നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ സാധനം ഞാൻ പരിശോധനയ്ക്ക് അയക്കാമെന്ന് വിചാരിച്ചു. ശ്യാമേ, സൂക്ഷിക്കണം. വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് തന്നെ അപകടമാവും. അറിയാം, അതൊക്കെ ഞാൻ ഏറ്റു. വെറുതെ കളിയാക്കല്ലേ. എന്റെ കെട്ടിയോനെ നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയാവുന്ന ആളാ. ഏത് വലിയ കാര്യത്തിന്റെയും തുടക്കം താഴേക്കിടയിൽ നിന്നായിരിക്കണമെന്നാ അദ്ദേഹത്തിന്റെ പോളിസി. ഒറ്റ സെക്കൻഡേ. നീ ഫോൺ വിളിച്ചാൽ എടുക്കണേ. ഇപ്പൊ എനിക്ക് നല്ല തിരക്കുണ്ട്, പിന്നെ കാണാം. ശരി. ഞാൻ വിളിക്കാമേ. ശരി. വർഷ അറിയാതെ അവളുടെ വണ്ടിയിൽ നിന്ന് എടുത്ത പാക്കറ്റാ. ഇതിലെന്തായിരിക്കും? നീ ഫോൺ വിളിച്ചാൽ എടുക്കണേ. അതേടാ, ആദ്യം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ഏതായാലും അവൻ വർഷ പോയതിന്റെ ഡിപ്രഷൻ ഇന്നൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നേ. അതെ, അവസാനം കണ്ടപ്പോഴും ആ അമ്മയുടെ സങ്കടം ഒന്ന് കാണുമായിരുന്നു. ചങ്ക് പൊട്ടിപ്പോയി എനിക്ക്. അളിയാ, ശ്യാം വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നീ അങ്ങ് സ്മാർട്ടായാലോടാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ശ്യാമിനെ തിരിച്ചു കിട്ടി. അല്ല, നീ എന്തിനാ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞേ? എന്തേലും പ്രശ്നമുണ്ടോടാ? ഏയ്, എന്ത് പ്രശ്നം? നിന്റെ ഏട്ടന് ഇപ്പോഴും ലാബില്ലേ? അതെ, അതങ്ങ് പടർന്ന് പന്തലിച്ച് ഇപ്പൊ വടക്കൻ കേരളത്തില് 4 ബ്രാഞ്ചാ ഉള്ളത്. എന്നോടത് നോക്കി നടത്താൻ അങ്ങോട്ട് പോകാനാ പറഞ്ഞിരിക്കുന്നേ. എന്താടാ, ആർക്കെങ്കിലും ജോലി എന്തെങ്കിലും വേണോ? റെക്കമെൻഡേഷൻ എന്തെങ്കിലും? ഏയ്, അതൊന്നുമല്ല. ഞാൻ ഒരു സാധനം തരാം, അത് അവിടെ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് അതെന്താണ് സാധനം എന്ന് പറയണം. അതിനെന്താ, നീ എന്താന്ന് വെച്ചാ സാധനം എടുക്ക്. ഹലോ. ശ്യാമേ, എവിടാ? ഞാൻ കുറച്ച് ദൂരെ. ആ സാധനം ഞാൻ പരിശോധനയ്ക്ക് അയക്കാമെന്ന് വിചാരിച്ചു. ശ്യാമേ, സൂക്ഷിക്കണം. വളരെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് തന്നെ അപകടമാവും. അറിയാം, അതൊക്കെ ഞാൻ ഏറ്റു. അപ്പോ വൈകിട്ട് ലൈബ്രറിയിൽ കാണാം. എങ്കിൽ ഓക്കെ. ശ്യാമെന്താ പരസ്പര ബന്ധമല്ല അതൊക്കെ സംസാരിക്കുന്നത്? ചിലപ്പോ അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും. ആരാടാ ശ്യാമേ? ഓ, അതാണോ? നാട്ടിലെ അക്ഷര ലൈബ്രറിയിൽ വാർഷികമായി. അതിന്റെ കാര്യം ചോദിക്കാനായിട്ട് വിളിച്ചതാ. അല്ല,
പരിശോധനയ്ക്ക് അയക്കുന്ന കാര്യമൊക്കെ പറയുന്ന കേട്ടല്ലോ. നീ അതൊക്കെ വിട്. ദേ, ഇതാണ് പരിശോധനയ്ക്ക് അയക്കേണ്ട സാധനം. ആ, ഇതൊക്കെ ഞാൻ പരിശോധിപ്പിച്ച് റിസൾട്ട് തരാം. പക്ഷേ ചെലവുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, സജിത്തിനെയും നമ്മുടെ മറ്റ് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്ക്. നാളെ നമുക്കൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തോളാം. ആ, ഓക്കെ അളിയാ, സെറ്റ്. ഇത് കേൾക്കാനല്ലടാ ഞങ്ങൾ വേഴാമ്പലിനെ പോലെ നിന്റെ തിരിച്ചുവരവും കാത്തിരുന്നത്. ആ, എന്നാ ഞാൻ പോയി നാളത്തെ യാത്ര ഒന്ന് സെറ്റാക്കിട്ട് വരട്ടെ. അളിയാ, അറിയാം, വളരെ കെയറോടെ നീ തന്ന സാധനം പരിശോധനയ്ക്ക് അയച്ചിട്ട് റിസൾട്ട് പറയാം. പോരെ? ആ ആ, വരടാ. അപ്പോ ആ കാര്യത്തിലൊരു തീരുമാനമായി. മാധവൻ നായരുടെ മകൾ വന്ദനയ്ക്ക് കുറുപ്പും സാഗറും മാത്രമല്ല ശത്രുക്കൾ. ഇരുളിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഏതോ അജ്ഞാത ശത്രു കൂടിയുണ്ട്. പ്രബലനായ ഒരു ശത്രു. അവനാണ് ഒളിയം പെയ്ത് വന്ദനെ വീഴിക്കാൻ ശ്രമിക്കുന്നത്. വീഴിക്കാൻ നോക്കിയതല്ലോ, വീഴ്ചതല്ലേ. ആ വീഴ്ചയിൽ നിന്ന് അവളെ പറന്നുയരാൻ സഹായിച്ചത് കൂട്ടത്തിൽ തന്നെ ഒരാളാണെന്ന് പറയുന്നത് സങ്കടം തന്നെയാ കുറുപ്പ് സാറേ. മോഷണക്കുറ്റത്തിന് വനിതാ ജയിലിൽ റിമാൻഡ് കഴിയേണ്ട സമയത്ത് അവള് വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലെ വീഴ്ചയാ. മനസ്സിലായില്ല. ജഗനാണ് വന്ദനയെ രക്ഷിച്ചത്. കൃത്രിമമായി ഉണ്ടാക്കിയതാണെങ്കിലും വ്യക്തമായ തെളിവോടെയാ ആ ഇൻസ്പെക്ടർ അവളെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ടെന്താ, തൻ്റെ ഉള്ളൊരുത്തിനെതിരെ വന്നപ്പോ ഇൻസ്പെക്ടറുടെ ശൗര്യമെല്ലാം ചോർന്നോ? പറ സാഗറേ. സാഗറേ, എന്റെ ഏറ്റവും വലിയ ശക്തി എന്റെ മകൻ ജഗൻ തന്നെയാ. ഈ കുറിപ്പ് ഏത് കോട്ട പിടിച്ചടക്കണമെന്ന് പറഞ്ഞാലും നിമിഷ നേരം കൊണ്ട് അവനത് ചെയ്തിരിക്കും. പക്ഷേ വന്ദനയുടെ കാര്യത്തിൽ അവൻ അവളുടെ പക്ഷത്താ. ഇത് മാത്രമല്ല, ഞാൻ വന്ദനെ ഇല്ലാതാക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പൊളിച്ചത് അവനൊരുത്തനാ. അങ്ങനെയാണ് കാര്യമെങ്കിൽ ജഗനെ നാട് കടത്തിയ ശേഷം വന്ദനയ്ക്കെതിരെ തിരിയുന്നതാണ് നല്ലത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.